രണ്ട് സംശയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തേത്, ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമോ? പ്രവേശിച്ചാൽ അതിനുള്ള പ്രതിവിധി എന്താണ് എന്നതാണ്. ജിന്ന് മനുഷ്യന്റെ ശത്രുവാണെന്നും അവനെ ശത്രുവായി കാണണമെന്നും ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അവന്റെ കുതന്ത്രങ്ങൾ ദുർബലമാണ് എന്നും ഖുർആൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പിശാച് മനുഷ്യന്റെ ശരീരമെന്നല്ല, അവന്റെ മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കും. ആ ദുർബോധനം മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കാനും അതുപോലെ അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനും ഇടവരുത്തിയിട്ടുണ്ട് എന്നതും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പിശാച് മനുഷ്യനെ സ്വാധീനിക്കുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു. മുത്തഖീങ്ങളായ ആളുകൾ പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ദുർബോധനമോ അതുപോലുള്ള ബാധകളോ അവർക്ക് ഏൽക്കുകയാണെങ്കിൽ അവർ അല്ലാഹുവിനെ ഓർക്കുന്നു, അവനെ സ്മരിക്കുന്നു. ആ ദിക്റുള്ള കൊണ്ട്, ദൈവസ്മരണ കൊണ്ട് അവരെ ബാധിച്ചതിൽ നിന്ന് അവർ മോചിതരാവുകയും ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ പ്രതിവിധി. രണ്ട്, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം നിനക്കുണ്ടാവുകയാണെങ്കിൽ നീ ആ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക, കാവലിനെ തേടുക എന്നും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ രണ്ടു നിർദ്ദേശങ്ങളാണ് പ്രവാചകൻ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ പിശാച് പിന്നാലെ കൂടുകയും തന്നെ സ്വാധീനിക്കുകയും അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബാധകള്, ഉപദ്രവങ്ങള് ബാധിക്കാതിരിക്കാൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലാനാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഈ ദിക്റുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവൻ അത് അവൻ ഉച്ചരിക്കുന്നതോടെ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മറുപടി വരുന്നത് ഹുദീത് ഹുദീത് വകുഫീത് വവുഖീത്. നീ നേർവഴിയിലായിട്ടുണ്ട്, നീ സുരക്ഷിതനാണ്, നിനക്ക് വേണ്ടുവോളം കാവൽ ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന മറുപടി ലഭിക്കുന്നത് ഈ ജിന്ന് പിശാചുക്കൾ കേൾക്കുകയും ഈ മനുഷ്യനിൽ നിന്ന് മാറിപ്പോകുന്ന പിശാചിനെ മറ്റൊരു പിശാച് കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ ആ മനുഷ്യന്റെ പിന്നാലെ പോയിട്ട് നിനക്കെന്താ, കൈഫലക ബിറജുലിൻ ഹുദിയ വകുഫിയ വവുഖിയ. നേർവഴിയിലായ, സുരക്ഷിതനായ, വേണ്ടുവോളം കാവലേർത്തപ്പെട്ട ആ മനുഷ്യന്റെ പിന്നാലെ നീ പോയിട്ട് എന്തു കാര്യം, നിനക്കവനെ എന്ത് ചെയ്യാനാവും എന്ന് പിശാച് കണ്ടുമുട്ടുന്ന മറ്റ് പിശാചിനോട് പറയുന്നത് ഹദീസ് ഗ്രന്ഥത്തിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നതോടുകൂടി പിശാച് പറയുന്നത് ലാ മബീത ലനാ, നമുക്ക് ഈ വീട്ടിൽ പ്രവേശനവും ഇവിടെ താമസിക്കാൻ ഇടവുമില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ലാ അശാ, നമുക്കിവിടെ പ്രവേശനമില്ല, ഇവിടെ ഇടമില്ല, ഇവിടെ ഭക്ഷണവുമില്ല എന്നാണ് പറയുന്നത്. ഈ നിലക്ക് പിശാചിന്റെ ഉപദ്രവങ്ങൾ ബാധിക്കാതിരിക്കാൻ, സകല ബാധകളിൽ നിന്നും മോചിതനാവാൻ അള്ളാഹുവിനെ ഓർക്കുക, ബിസ്മില്ലാ എന്ന് പറയുക, ദൈവസ്മരണയിലൂടെ പിശാചിനെ നേരിടുക എന്നതാണ് ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ആ പിശാചിന്റെ ഉപദ്രവം ബാധിക്കാതിരിക്കാൻ, ഒരു നിലക്കുള്ള ബാധയും ഏൽക്കാതിരിക്കാൻ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവലിനെ
തേടുക എന്നതാണ്. അതാണ് ഖുൽ അഊദു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്തിആദത്ത്. വസ്വാസുൽ ഖന്നാസായ പിശാചിൽ നിന്ന്, റജീമായ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടുക എന്നുള്ളത്. ഇതും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോഴും അല്ലാത്ത പല സന്ദർഭങ്ങളിലും പിശാചിനോട് കാവലിനെ തേടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിനുള്ള മാർഗം. അല്ലാതെ ഇന്ന് ജിന്ന് ചികിത്സകന്മാർ, മന്ത്രവാദികൾ ചെയ്യുന്നത് പോലെ ജിന്നിനെ ശരീരത്തിൽ കേറിയിട്ടുണ്ട്, അതിനെ അടിച്ചിറക്കി ചികിത്സിക്കേണ്ടതുണ്ട് എന്ന് വാദിക്കുകയും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. നബിയിൽ നിന്ന് അങ്ങനെ ഒരു മാതൃക സഹാബത്ത് കണ്ട് അവരാരും മനുഷ്യ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ട്, ആ ജിന്നിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി അടിച്ചിറക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ചികിത്സിച്ചിട്ടില്ല. അത്തരം ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്.